എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നലെ നമ്മൾ ട്രീ ഫാം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രീ ഫാമിൻ്റെ ലുക്ക് വരുന്നത്. ഞാനിപ്പോൾ കുറേ നേരമായിട്ട് ഗ്രൈൻഡ് ചെയ്തു. അപ്പം ഞാൻ ഇയാളെ കണ്ടോ, ഇയാളെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ബയോംസിനകത്ത് ഈ ഒരു ഡെസേർട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനത് ഒരുപാട് മൈൻ ചെയ്ത് ലഷ് കേവും അതുപോലെ തന്നെ സവാനും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ ബ്ലോക്ക് മൈൻ ചെയ്യുമ്പോഴും നമുക്ക് ഒരു മണി വീതം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു മണി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കൂട്ടിയാണ് നമ്മൾ ഓരോ ബയോമും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ 1000 കുറഞ്ഞ ഒരു ബയം പോലും ഇല്ല. അതുകൊണ്ട് തന്നെ കുത്തിയിരുന്ന് മൈൻ ചെയ്താലാണ് നമുക്ക് ഓരോ ബയോംസും ഒന്ന് അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുക. ആൻഡ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫാമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു. പ്ലസ് ഇതിനകത്ത് ഒരു പിഗ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഡെഡ് ആയിപ്പോയി. അപ്പോൾ ഇനി കിട്ടുവാണെങ്കിലാണ് അതിനെയൊക്കെ ഒന്ന് ഇതാക്കാൻ പറ്റുക. അപ്പോൾ ഇവിടെ കുറച്ച് കോഴീനെയൊക്കെ ഞാൻ കൂട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു കൂട്ടിലിടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സെറ്റ്. 2000 years later. ഇപ്പോൾ ഞാനിവിടെ ഫുള്ള് ഈ ഒരു ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് എന്തോ പോലെ തോന്നി, മീൻസ് ഇങ്ങനെ എല്ലാവരും പല സ്ഥലത്ത് കിടക്കുമ്പോൾ എനിക്ക് കൊണ്ടുവെക്കാനോ പിടിക്കാനോ ഒക്കെ ഭയങ്കര എന്തോ ഒരു ഭ്രാന്താണ്. സോ അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് ഓരോന്നിനകത്ത് ഓരോ സാധനങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആടിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2 വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ പഴയ ബംഗാളികളിലെ ആയിരുന്നു ഇവൻ. നിങ്ങൾ പഴയ സീരീസ് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പം അവനെനിക്ക് ഈ ഒരു ഇതിലാവശ്യമില്ല, അതുകൊണ്ട് ഈ സീരീസിന് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അവനെ അങ്ങ് കൊന്നു കളയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മൃഗസ്നേഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണു പൊത്തിക്കോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ ജംഗിൾ ബയോമിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ പാരറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഒരെണ്ണം അതാണ്. പിന്നെ അതുപോലെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരു പച്ച സാധനം. അതാ ഈ ഒരു പച്ചക്കകത്തിരിക്കുന്നുണ്ട്, ഈ ഒരു കൃഷിക്കകത്ത് കയറിയിരിക്കുന്നുണ്ട്. ഇത് രണ്ടിനും ഞാൻ ടൈമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഒരു കോഴി ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സാധനം, ഒരു കടുവയാണോ അത്, ആ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുൾ മൈനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്ലാബ് യൂസ് ആക്കിയിട്ട് ഈ ഒരു സംഭവം ഇതിന് ഞാൻ ഈ പറഞ്ഞേക്കുന്ന പ്ലാറ്റ്ഫോം ചുറ്റിന് ഇതേപോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുവാണ് കേട്ടോ. അതെനിക്കും എൻ്റെ പെറ്റ്സിനും ഒക്കെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ള് ചുറ്റി ഒരു റൗണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഏകദേശം ഒരു ചതുരം പോലെയാണ്. സോ അതുകൊണ്ട് ഇതിനനുസരിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നും പറയത്തില്ല, എന്നാലും നിങ്ങൾക്ക് കണ്ടുകൊണ്ട് നിങ്ങൾ ബോറടിക്കേണ്ട. സോ അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതേ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനൊരു റൗണ്ട് അല്ല, ഒരു ചതുരം പോലെയാണ്. സോ അതുകൊണ്ട് അതിനനുസരിച്ച് ഇത് കിട്ടുള്ളൂ, കണ്ടാവും. പക്ഷെ അത് കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ റൗണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എനിക്ക് എന്താ വേറെ പരിപാടി ഉള്ളത് നോക്കാം കേട്ടോ. ഞാൻ ഇനി ഓരോന്നും സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് ഒക്കെ ഞാൻ പിന്നെയാണ് ചെയ്യുന്നത്. കാര്യം ആദ്യം നമ്മൾ ആ ഒരു ഫസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈനിങ് ചെയ്ത് ഇങ്ങനെ തലപ്രാന്ത് പിടിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്ത് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു കുറേ റാബിറ്റ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഹൗസ് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഇതേപോലൊരു പ്ലാറ്റ്ഫോം ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ ചെറിയൊരു സാധനം സെറ്റാക്കുന്നത്. കാരണം 3 റാബിറ്റ്സേ ഉള്ളൂ ആക്ച്വലി. മാത്രമല്ല ഇതൊക്കെ ചെറിയ ബിൽഡാണ്. സോ അതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ബിൽഡാക്കി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആദ്യം ഞാൻ അത് വെച്ചെടുത്തു. പിന്നെ ആ ഒരു അകംഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ വുഡ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാകും. വുഡ് നോക്കിയപ്പോഴാണ് എൻ്റെ വുഡ് കുറവാണെന്ന് മനസ്സിലായത്. അപ്പം ഞാൻ നേരെ പോയിട്ട് കുറച്ച് മറ്റേ ഇതുണ്ടല്ലോ സാൻഡിൻ്റെ സ്റ്റോണ്, അത് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ വെച്ച് സാൻഡ് വെക്കാമെന്ന്. പക്ഷേ സാൻഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തറയിൽ പോവും, അത് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സാൻഡ് സ്റ്റോൺ വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഏത് പെട്ടിക്കകത്താണ്? ഈ പെട്ടിക്കകത്ത് കുറേ സാൻഡ് സ്റ്റോൺ ഉണ്ട്, അതെടുത്തേക്കാം. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ കൊണ്ടുപോയിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയൊരു റൗണ്ടായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ഇതേപോലെ ഫെൻസും വുഡും എല്ലാ റൗണ്ടിലും ഞാൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ. പിന്നെ ഇത് റാബിറ്റ് ആയതുകൊണ്ട് തന്നെ എടുത്ത് ചാടി താഴെ പോകും. അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ബ്ലോക്കും കൂടെ ഹൈ ആക്കിയിട്ട്
ഒരു കൂട് പോലെ ആക്കുന്നുണ്ട് ഫോർ സെക്യൂരിറ്റിക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക്. ഇനി ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി ഇവന്മാരെല്ലാം അതിനകത്ത് കൊണ്ടിടണം. 3 പേരല്ല കേട്ടോ, കുറേ പേരുണ്ടായിരുന്നു. പക്ഷേ ചിലരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഡെഡായിപ്പോയി. ഞാൻ ഈ സ്ലൈം വരുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി അടിക്കുമ്പോൾ അല്ല ഇവരുടെ തലമുണ്ടയ്ക്കായിരുന്നു കൊള്ളുന്നത്. അങ്ങനെ അതെല്ലാം ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. അതിന് താഴെ പോയി ഈ ഇടയ്ക്കുള്ള സ്പേസിൽ കൂടെ താഴോട്ടേക്ക് എടുത്ത് ചാടി. എല്ലാം പോയെന്ന് തോന്നുന്നു. താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അത് മേപ്പോട്ട് എടുക്കും? ഇല്ല, അതാ അവിടെ താഴെ തൂങ്ങി കിടപ്പുണ്ട് ഗൈസ്. അവന്മാരെല്ലാം തൂങ്ങി കിടക്കുകയാണ്. ഞാൻ എങ്ങനെ മേപ്പോട്ട് എടുക്കും? സോ ഗൈസ്, ഞാൻ എങ്ങനെ മേപ്പോട്ട് എടുക്കാനാണ്? ഞാൻ എന്ത് ചെയ്യും? മൈൻക്രാഫ്റ്റ് സ്കിൽ പുറത്തെടുക്കേണ്ട സമയമായിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഡേർട്ട് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് എന്നോട് ചോദിക്കില്ല, എനിക്കറിയില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്ത് അവന്മാരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. കാരണം ഇനി റാബിറ്റിനെ കിട്ടുമോയെന്ന് ഞാൻ അറിയത്തില്ല. സോ ഞാൻ ഇതുപോലെ ഡേർട്ട് എടുത്ത് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ അവന്മാർ മേപ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കയറ് പൊട്ടി വല്ലതും പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ അല്ലെങ്കിൽ അവർ സഫോക്കേറ്റഡ് ആയിട്ട് മരിക്കും. അങ്ങനെ മരിച്ചാലും സീനാണ്, മനസ്സിലായോ? അതൊക്കെ സ്മെയിൽ വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ താഴോട്ട് തന്നെ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു മണ്ടയിൽ കൂടെ തന്നെ പെയ്യെ ആ ഒരു കൂട്ടിനകത്തോട്ടേക്കൊന്ന് വെച്ച് പോവാം. അതായിരിക്കും കൂടുതൽ എളുപ്പം. ഒരു 3 പേരേ ഉള്ളൂ, എന്നാലും പിന്നെ നമുക്കൊരു ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു കൂടിൻ്റെ ഫെൻസ് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റുമോ നോക്കാം. ഇല്ല, പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് ചാടണമെന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ടേക്ക് ദൂരത്തേക്ക് നോക്കട്ടെ. ഇല്ല, അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് താഴോട്ടേക്ക് അടിയിൽ ചാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ ഓക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അടയ്ക്കാം. ഓക്കെ, ഇനി അവന്മാർ പോയില്ല കേട്ടോ, സീനില്ല. ഇങ്ങനെയല്ല, കയറ് വെക്കാനില്ല, ഇങ്ങനെ ജസ്റ്റ് ഒന്ന്. ഓക്കെ, അപ്പം നമ്മളെങ്ങനെയൊക്കെ അവന്മാരിതാ അകത്താക്കിയിട്ടുണ്ട്. കണ്ടോ 3 എണ്ണ ഉള്ളെങ്കിൽ ഏതോ ചാട്ടാണ് ചാടുന്നത്. സോ ഇന്നത്തേക്ക് ഇത് മതി കേട്ടോ. കാരണം കുറേ ഗ്രൈൻഡ് ചെയ്ത് കുറേ ഞാൻ ടൈം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ബിൽഡൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ.